ഹായ്, ഇതൊരു പഴയ ചാനലാണേ. വീഡിയോ ഇടാതെ നിന്നുപോയൊരു പഴയ ചാനൽ. ഇതിനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വളരെ നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ യാത്ര തുടരാൻ ആഗ്രഹിച്ച രീതിയേ അല്ല. ജീവിതത്തിലൊരു പോസ് കിട്ടിയെന്ന് പറയില്ലേ, അതായിരുന്നു അവസ്ഥ. എനിക്കൊരു സർജറി ചെയ്യേണ്ടി വന്നു. വളരെ ആക്റ്റീവായി റൈഡും ജിമ്മും വർക്കും ഫാമിലിയൊക്കെ ആയി പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു അടി കിട്ടിയത്. അതിനുശേഷമുള്ള ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. ഇതൊരു വെക്കേഷനാണ്. ഇത് ഞങ്ങൾക്കൊരു ഒത്തുചേരലിൻ്റെയും കൂടി സമയമായിരുന്നു. ഈ യാത്രകൾ എൻ്റെ വേദന കുറയ്ക്കുന്നതായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചു. ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ഇതിനിടയ്ക്ക് കഴിഞ്ഞു പോയി. 2025 ക്രിസ്മസും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. 2026 ന്യൂ ഇയറും ഞങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി. 1.5 മാസമാണ് എൻ്റെ ഈ സ്പ്രിംഗ് ലൈഫ്. ആദ്യത്തെ 2 ആഴ്ച നാട്ടിലെ ചൂടും വേർപ്പും വേദനയും അതോടൊപ്പം തന്നെയുള്ള ചൊറിച്ചിലും ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ തള്ളി നീക്കി. എല്ലാവരും ഒപ്പം ഉള്ളതുകൊണ്ട് അവരെ കളിച്ചിരിയിലൊക്കെ അതെങ്ങനെയൊക്കെയോ കഴിഞ്ഞ് കിട്ടി. പക്ഷേ ഇനിയുള്ള ജീവിതം തുടങ്ങുന്നത് ബാംഗ്ലൂരാണ്. അങ്ങനെ 1.5 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തി. വെക്കേഷൻ കഴിഞ്ഞു, സ്കൂൾ തുറന്നു, കുട്ടികളെ സ്കൂളിൽ അയക്കണം, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ. വലത് കൈ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ബാംഗ്ലൂർ തിരിച്ചു വന്നാൽ ഇതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുകയെന്ന് എനിക്ക് തീരെ ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ ടെൻഷൻ എൻ്റെ അമ്മയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു, ഞാനും കൂടെ വരാം, കുഴപ്പമില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിക്കോളാമെന്ന്. പക്ഷേ ജനുവരി എന്നത് വളരെ തണുപ്പ് പിടിച്ചൊരു സമയമായിരുന്നു ബാംഗ്ലൂർ. ഇവിടെ എത്തിയ അമ്മയ്ക്ക് ഇവിടുത്തെ തണുപ്പുമായിട്ട് സെറ്റായില്ല. അമ്മയുടെ ബോഡി ഇവിടുത്തെ തണുപ്പുമായിട്ട് തീരെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ 1 ആഴ്ചയ്ക്ക് ശേഷം അമ്മയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഞങ്ങളുടെ ടാസ്ക് തുടങ്ങുന്നത് പിന്നീടാണ്. ഞങ്ങൾ 4 പേർ ചേർന്നുള്ള ജീവിത രീതികളിലേക്ക് തിരിച്ചു പോകണം. ആ 1 ആഴ്ച അത് വളരെ കൂളായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഞങ്ങളെല്ലാം പഴയ പോലെ ആക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പിന്നീട് മേബി ആയിരുന്നു ആ ടാസ്ക് ഏറ്റെടുത്തത്. രാവിലെ കുട്ടികളെ എണീപ്പിക്കുക, അവർക്ക് ഫുഡ് ഉണ്ടാക്കുക, അവരുടെ ലഞ്ച് സ്നാക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്. ഇതെല്ലാം ചെയ്യാൻ മേബി ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ടായിട്ട് എൻ്റെ ഫ്ലാറ്റിലെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ കറികൾ തീരാതിരിക്കാൻ എന്നേക്കാളും അവർ ശ്രദ്ധിച്ചിരുന്നു. ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ബാഡ്മിൻ്റൺ ഗ്രൂപ്പും എനിക്ക് ഒരുപാട് മിസ്സാവുന്നുണ്ട്. ഉറക്കമില്ലാത്തതും ഒന്നും ചെയ്യാൻ പറ്റാത്തതുമായ ഏറെക്കുറെ ദിവസങ്ങൾ ഇനിയുമുണ്ട്. ഡോക്ടർ പറഞ്ഞു മിനിമം 3-4 മാസം വേണം റിക്കവറിക്കെന്ന്. കൈക്ക് സ്ട്രെയിൻ പാടില്ല, റൈഡില്ല, റെസ്റ്റ് മാത്രം. ഒരു റൈഡിംഗ് ചാനൽ തുടങ്ങാനിരുന്ന ഞങ്ങൾക്ക് ഇത് വളരെ ഭാരമായി തോന്നി. ഈ സ്പ്രിംഗ് സ്റ്റേജ് ഞങ്ങളെ പേഷ്യൻസ് പഠിപ്പിച്ചു. ബൈക്കുകൾ കാത്തിരിക്കുന്നു, റോഡുകൾ കാത്തിരിക്കുന്നു, പക്ഷെ ഞങ്ങളും കാത്തിരിക്കാൻ പഠിക്കുന്നു. ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് റിക്കവറിക്ക് ശേഷം മതിയെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അതിനി ഒരുപാട് സമയമെടുക്കും, പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ തുടങ്ങാവൂ എന്ന്. ഇതിനു മുമ്പ് എനിക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ മനസ്സിലായി, യാത്ര പെർഫെക്റ്റ് സമയത്ത് മാത്രമല്ല തുടങ്ങേണ്ടത്, നമ്മളാണ് തയ്യാറാകേണ്ടത്. ചിലപ്പോൾ പോസ് ആയിരിക്കും യാത്രയുടെ തുടക്കം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. റിക്കവറി വരെ കാത്തിരിക്കുന്നതിന് പകരം ജേണി ഇപ്പോൾ തന്നെ തുടങ്ങുക. സാവധാനമായി, ബലമായി ഒന്നും ചെയ്യാതെ ശരീരം റെഡിയാകുമ്പോൾ റോഡിലേക്ക് തിരികെ പോകാം. ഡോക്ടർ പെർമിഷൻ തരുന്നത് വരെ കാത്തിരിക്കുന്നു, ക്ഷമയോടെ. കാരണം ഇതൊരു റേസ് അല്ല. ഈ റെസ്റ്റ് നല്ലതിനായിരിക്കാം. റൈഡ് ഇപ്പോൾ പോസായിരിക്കാം, പക്ഷേ അവസാനിച്ചിട്ടില്ല. കൂടുതൽ കോൺഫിഡൻ്റായി തിരിച്ചു വരും. ഞങ്ങളുടെ യാത്ര കാണാൻ നിങ്ങൾ കൂടെ ഉണ്ടാകുമല്ലോ. 1.5 മാസങ്ങൾക്ക് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് അടുത്ത തവണ കാണാം. ബൈ.